വെൽക്കം ടു എക്സ്പ്ലോർ ഇൻ ടാലൻറ്റ് ഈസി റെസിപ്പി. ഇന്നൊരു ഹെവി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റമാണ് ഇവിടെ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. ഇത് നമ്മുടെ കണ്ണൂർ കാസർഗോഡ് ഏരിയയിൽ ഉണ്ടാക്കുന്നതാണ്. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. റൈറ്റ് സൈഡിലെ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് എത്തിപ്പെടും. അപ്പം എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഇത് നമ്മുടെ കണ്ണൂർ കാസർഗോഡ്, അതായത് കണ്ണൂർ ജില്ലയുടെ വടക്കൻ ഭാഗത്തും കാസർഗോഡും കൂടുതലായിട്ട് കണ്ടുവരുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റമാണ്. അപ്പം ഇത് വളരെ ഹെവിയും അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റമാണ്. ഇത് ഞാനിവിടെ എടുത്തിരിക്കുന്ന 8 മണിക്കൂർ കുതിർത്ത കടലയും അതുപോലെ കുത്തിയരിയാണ് സാധാരണ ഞങ്ങൾ വീട്ടിൽ ഉപയോഗിക്കാറ്. അപ്പം ഞാനിവിടെ ദോശ അരിയാണ് എടുത്തത്. അപ്പം 1/2 ഗ്ലാസ് കടലയ്ക്ക് 1 ഗ്ലാസ് അരി ആണ് ഞാൻ എടുത്തത്. അപ്പം നിങ്ങൾക്കത് കടല കൂടുതൽ വേണം, അരി കൂടുതൽ വേണം, അതിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾക്ക് അതിനനുസരിച്ച് കൂട്ടവും കുറക്കുകയും ചെയ്യാം. അപ്പം ഞാനിതൊരു കുക്കറിലോട്ട് മാറ്റി. അതായത് വേവ് കൂടുതലുള്ള കടല അടിയിലും അരിക്ക് വേവ് കുറവായതുകൊണ്ട് അത് മുകളിലും ഞാൻ ഇട്ടു. കാരണം വേവ് കൂടുതലുള്ളത് അടിയിലിടുമ്പോൾ അപ്പോൾ നമുക്ക് വെന്ത് കിട്ടാൻ എളുപ്പമാണ്. അപ്പം ഞാനിതൊരു കുക്കറിലോട്ട് മാറ്റി. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് ഒരു 2 ഗ്ലാസോളം വെള്ളം ഉണ്ടാവും. ശരിക്കും ഞാൻ വെള്ളത്തിൻ്റെ അളവ് ഗ്ലാസ് അളവിലല്ല ഞാൻ പറയാം. നമ്മളിങ്ങനെ ഒഴിച്ച് കഴിഞ്ഞാൽ അതിൽ നമുക്ക് ഒരു വിരലിട്ട് നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഒരു മാർക്ക് ഈ ഒരു ഫസ്റ്റ് ലൈനില്ലേ, ആ ലൈൻ വരെ, നമ്മളെ വിരലിൻ്റെ ആ ലൈൻ വരെ അത്രയും ഞാൻ ശരിക്കും വെള്ളം ഒഴിക്കും. അതാണ് അതിൻ്റെ ഒരു കൈ കണക്ക്. അപ്പോൾ ഇനി ഇതിലോട്ട് നമുക്ക് ഉപ്പ് ചേർക്കാം. ഞാനിവിടെ ചേർത്തത് ഒരു 1/2 ടീസ്പൂണാണ്. ബട്ട് അത് കുറച്ചും കൂടെ ആവാം. ഉപ്പ് 1 ടീസ്പൂണോളം ഉപ്പ് നന്നായി യൂസ് ചെയ്യുന്നവർക്ക്. അപ്പോൾ ഞാനിത് ക്ലോസ് ചെയ്ത് വെച്ച് ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ വന്നതിന് ശേഷം അത് സിമ്മിലാക്കിയിട്ട് ഞാനത് 5 മിനിറ്റോളം വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ ഓപ്പണാക്കി. അപ്പം ഇത് വെന്ത് കിട്ടി. പെട്ടെന്ന് വെന്തും, പച്ചരിയല്ലേ, അപ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പം ഞാൻ ഇനി ഈ ഒരു ഇത് പെട്ടെന്ന് നല്ല വേറി നല്ല ഇതായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല പാകത്തിന് വേവ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിത് കടുക് പൊട്ടിക്കാം. അതിനൊരു 2 ടേബിൾ സ്പൂണോളം എണ്ണ. അതിനൊന്നും ഞാൻ അളവ് പറയുന്നില്ല, അതെല്ലാവരും ഹെൽത്തിനനുസരിച്ച് അവർക്ക് കുറക്കുകയും കൂട്ടുകയും ചെയ്യുന്നല്ലോ. അപ്പോൾ അതിലോട്ട് ഞാൻ കുറച്ച് കടുക് ഇട്ടു. ഇനി അതിൽ വറ്റൽമുളക് പൊട്ടിച്ചിട്ടു. ഇനി കറിവേപ്പില, പിന്നെ അതുപോലെ ഒരു മീഡിയം സൈസുള്ള സവാള എടുത്തത്, അത് ഞാൻ ചെറുതായി ഒന്ന് അരിഞ്ഞ് അതിലോട്ടിട്ടു. അത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അതിൻ്റെ ഒരു സവാളേൻ്റെ ഒരു കുത്തൊക്കെ മാറാൻ വേണ്ടി അതൊന്ന് വഴറ്റിയെടുക്കാം. ഓക്കെ, അതൊന്ന് വഴന്ന് വരുന്നുണ്ട്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ നല്ല ഹെവി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റാണ് ഇത്. രാവിലെ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് നന്നായ കുറച്ച് അധ്വാനമുള്ള ജോലിയിലും ചെയ്യാൻ പോകുന്നവർക്ക് നല്ല ഒരു ബ്രേക്ക്ഫാസ്റ്റാണിത്. വളരെ എളുപ്പം ഉണ്ടാക്കാനും പറ്റും. അപ്പം ഞാൻ ഈ കുക്കറിൽ നിന്ന് ഇതിലോട്ട് സംഭവം മാറ്റി ഇട്ടുന്ന ഇത് ഞാൻ ശരിക്കും 2 ആൾക്കാർക്ക്, വലിയവർക്ക് 2 പേർക്ക് കഴിക്കാൻ പറ്റുന്നതാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. ഇതിൽ കടല കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് കടല കൂടുതൽ ഇടാം കേട്ടോ. അപ്പം ഇതൊന്ന് നന്നായി നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ കണ്ണൂർ വടക്കൻ ഭാഗം എന്ന് പറഞ്ഞാൽ നമ്മളെ പയ്യന്നൂർ ഭാഗത്തും അതുപോലെ കാസർഗോഡ് ജില്ലയിലെ കൂടുതലായിട്ടും കാണുന്ന പഴയ ആൾക്കാർ കൂടുതലായിട്ടും ഉണ്ടാക്കുന്നതാണിത്. അപ്പോൾ ഇതുപോലുള്ള ഈസി റെസിപ്പി ഞാൻ ഇനിയും ഉണ്ടാക്കും. അതുപോലെ ഇത് ഇഷ്ടമായവർക്ക് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ വെറുതെ കണ്ടു പോകാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കും എല്ലാവരും. അപ്പം വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പീസ് ഇതേപോലെ ഞാൻ ഇനിയും കൊണ്ടുവരും. അതുപോലെ ആർട്സ്, അതുപോലെ ക്രാഫ്റ്റ്, അങ്ങനെ പലതും ഉണ്ട് പ്ലേലിസ്റ്റിൽ. എല്ലാവരും ഒന്ന് കണ്ണോടിച്ച് നോക്കൂ കേട്ടോ. അപ്പോൾ ഞാൻ ചൂടോടുകൂടി ബൗളിലോട്ട് മാറ്റി. നല്ല ടേസ്റ്റാണ് ഇതിന്. വേറെ കറിയൊന്നും വേണ്ട. ഇതുപോലെ തന്നെ നമുക്ക് വൈകുന്നേരം സ്നാക്സ് വേണ്ട, അല്ലെങ്കിൽ വൈകുന്നേരം ചായയുടെ കൂടെയും ഇതുപോലെ ഉണ്ടാക്കി കഴിക്കാം. പക്ഷേ ഏറ്റവും കൂടുതൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ് നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാവരും
ഒന്ന് ട്രൈ ചെയ്ത് മസ്റ്റായി ഒന്ന് ട്രൈ ചെയ്യണം. അതാണ് ഞാൻ പറയുന്നത്. നല്ല ടേസ്റ്റാണ് സംഭവം. അപ്പം എൻ്റെ ഹസ്ബൻഡിന് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ റിസൾട്ട് ഒന്ന് എനിക്ക് കമൻറ്റ് ബോക്സിൽ ഇട്ട് കേട്ടോ. അപ്പം എല്ലാവർക്കും താങ്ക്സ്. എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇഷ്ടമായവരൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഈസി റെസിപ്പീസ് ഇനിയും കാണാം.